ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ പാചകം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലെത്തത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാൻ പുട്ടിൻ്റെ ഒരു ഈസി ആയിട്ട് പുട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പുട്ടിൻ്റെ മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ചിരട്ട, അതാണ് വേണ്ടത്. അപ്പം നമുക്ക് തേങ്ങ ചിരട്ടയിൽ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാവും കൂടി അതിൻ്റെ മണ്ടയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇത് ഈ പണ്ട് കളിച്ച് ഈ ചിരട്ടയിലൊക്കെ കുടുക്കയിലൊക്കെ നമ്മൾ ഈ ചിരട്ടയൊക്കെ വെച്ചിട്ട് അടുത്തുള്ള പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് കളിച്ചിട്ടുള്ള പ്രായത്തിലൊക്കെ നമുക്ക് ഇത് കളിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഈ ചിരട്ട വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഓർമ്മയിലാണ് എൻ്റെ ഈ ഒരു അറിവ് എനിക്ക് പെട്ടെന്ന് വന്നത്. ഞാൻ ഇങ്ങനെ എപ്പോഴും മാവ് എടുത്ത് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് താമസമല്ലേ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തിൽ ശരിക്കും ചിരട്ട വെച്ച് കളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്നേരം ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ചിരട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 10 പേർക്ക് വേണമെങ്കിലും ചിരട്ടപ്പുട്ട് തയ്യാറാക്കാം. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ 2-3 കളറിൽ മാവൊക്കെ വേണമെങ്കിലും റവ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ 2-3 തരത്തിൽ മാവ് പല ടേസ്റ്റിൽ വേണമെങ്കിലും എടുക്കാം. അല്ലാതെ പെട്ടെന്ന് കടലക്കറി റെഡിയാണെങ്കിൽ ഒരു 5 പേർക്ക് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പുട്ട് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഒറ്റ ഇഡലിത്തട്ടിൽ തന്നെ ആവി കയറുമ്പോൾ നമുക്ക് ഇത്രയും പുട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം. അപ്പം നമ്മളെല്ലാം പുട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ആവി വരട്ടെ. ആവി വന്ന് നല്ലതുപോലെ ഇടിയപ്പം പെട്ടെന്ന് വേവുന്നത് പോലെ തന്നെ നമുക്ക് കുറേ ഇടിയപ്പം പുട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ. നല്ല ആവിയൊക്കെ വന്ന് പുട്ടൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇത് ഉപകാരമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് അറിയാത്തവർ കാണും, പക്ഷേ എന്നാലും ചിരട്ടയും കുടുക്കയൊക്കെ വെച്ച് പണ്ട് കളിച്ചിട്ടില്ലാത്തവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കളിച്ചിട്ടുള്ളൊരു പ്രായത്തിൽ ചിരട്ടയൊക്കെ വെച്ച് മണ്ണൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മ ഈ സമയത്ത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളിലെത്തത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.